കാർഷിക മേഖലയ്ക്ക് പുതിയ ഉണർവേകിയുള്ള പ്രഖ്യാപനങ്ങളുമായി കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന പദ്ധതി ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബഡ്ജറ്റ് പ്രസംഗത്തിൽ പ്രഖ്യാപിച്ചിരുന്നു. പദ്ധതിയുടെ ലക്ഷ്യം വിളവൈവിധ്യവും കാർഷിക ഉൽപാദനവും വർദ്ധിപ്പിക്കുകയും മികച്ച സംഭരണ സംവിധാനം ഉറപ്പാക്കുകയും ജലസേചന സംവിധാനങ്ങൾ മെച്ചപ്പെടുത്തുകയും ധനലഭ്യത ഉറപ്പാക്കുകയും ചെയ്യുന്നതാണ്. ഇതിലൂടെ 1.7 കോടി കർഷകർക്ക് പ്രയോജനം ലഭിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. പച്ചക്കറി, പഴങ്ങൾ എന്നിവയുടെ ഉൽപാദനം, സംഭരണം, വിതരണം എന്നിവയ്ക്കായി പ്രത്യേക പദ്ധതി തയ്യാറാക്കും. ബീഹാറിലെ പ്രത്യേകതരം താമര വിത്തായ മഖാനയുടെ ഉൽപാദനം ശക്തിപ്പെടുത്തുന്നതിനായി മഖാന ബോർഡ് സ്ഥാപിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. സസ്യാഹാരികളുടെ പ്രോട്ടീൻ സംഭരണ കേന്ദ്രം എന്നറിയപ്പെടുന്ന മഖാനയുടെ ഉൽപാദനവും സംഭരണവും വിപുലീകരിക്കുന്നതാണ് ബോർഡിന്റെ ലക്ഷ്യം. കൂടാതെ എല്ലാ ഗവൺമെന്റ് സെക്കൻഡറി സ്കൂളുകളിലും പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിലും ഭാരത് നെറ്റിന്റെ പിന്തുണയോടെ ബ്രോഡ്ബാൻഡ് ഇന്റർനെറ്റ് ഉറപ്പാക്കും. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്ത് ഗവേഷണത്തിനായി സെന്റർ ഓഫ് എക്സലൻസ് സ്ഥാപിക്കും. ആരോഗ്യ, വിദ്യാഭ്യാസ, കാർഷിക, സുസ്ഥിര വികസന മേഖലകളെ ലക്ഷ്യമിട്ടാകും ഈ സ്ഥാപനത്തിന്റെ പ്രവർത്തനം. രാജ്യത്തെ വിദ്യാർത്ഥികൾക്ക് സാങ്കേതിക വിദ്യയിലും നവീകരണ ചിന്തയിലും പ്രോത്സാഹനം നൽകാൻ അടൽ ഇൻവേഷൻ മിഷന്റെ കീഴിൽ സ്കൂളുകളിൽ അടൽ ടിങ്കറിംഗ് ലബോറട്ടറികൾ സ്ഥാപിക്കും. വിദ്യാർത്ഥികളുടെ ചിന്താശേഷിയെയും സാങ്കേതിക കഴിവും വർദ്ധിപ്പിക്കാനാണ് ഈ പദ്ധതിയിലൂടെ സർക്കാർ ശ്രമിക്കുന്നത്. സാഗ് ന്യൂസ്, തിരുവനന്തപുരം. Where entertainment means information. Watch SAG News. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിലെത്താനായി സാഗ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.